22/3/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 7-4-9 മധുബൻ. കാരണം എന്ന വാക്കിൽ നിന്നും മുക്തമായിരുന്ന് പെരുമാറ്റത്തിലൂടെയും മുഖത്തിലൂടെയും മുക്തി നൽകുന്ന മുക്തിദാതാവാകൂ. സേവനത്തിൻ്റെ ഉന്മേഷത്തോടും ഉത്സാഹത്തോടുമൊപ്പം സദാ പരിധിയില്ലാത്ത വൈരാഗ്യ വൃത്തിയിൽ ഇരിക്കൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ഡബിൾ അധികാരികളായ കുട്ടികൾ ആരാണോ ആ ഓരോ കുട്ടിയെയും നോക്കുകയാണ്. ഒന്നാമതായി ബാബയുടെ സർവ ഖജനാവുകളുടെയും അധികാരിയാണ്. രണ്ടാമതായി സ്വരാജ്യത്തിൻ്റെ അധികാരിയാണ്. 2 അധികാരങ്ങളും ഓരോ കുട്ടിക്കും ബാബയിലൂടെ ലഭിച്ചിട്ടുണ്ട്. ബാലകനും ആണ്, അധികാരിയും ആണ്. എൻ്റെ ബാബ എന്ന് പറഞ്ഞു, ബാബയും എൻ്റെ കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ബാലകനും അധികാരിയും 2 അനുഭവവും ഉണ്ട്. ഇന്ന് വളരെയധികം കുട്ടികൾ വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ ലാസ്റ്റ് ടേൺ ആണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഓരോരുത്തരുടെയും പുരുഷാർത്ഥം ചെക്ക് ചെയ്തു. അപ്പോൾ പറയൂ, എന്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക? ഓരോരുത്തരും സ്വയം തന്നോട് ചോദിക്കണം, എൻ്റെ പുരുഷാർത്ഥം എന്താണ്? ബാബ്ദാദ എല്ലാ കുട്ടികളെയും കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. എന്നാൽ ബാബയ്ക്ക് ഒരു ആശയുണ്ട്. പറയട്ടെ, അതെന്താണെന്ന്. ബാബയുടെ ആശയെ പൂർത്തീകരിക്കുമല്ലോ. ഒരേ ഒരു ആശയാണ്. പറയട്ടെ, ആര് ആശ പൂർത്തീകരിക്കുമോ അവർ കൈ ഉയർത്തു. വളരെ നല്ലത്. ചെറിയൊരു ആശയാണ്. അത് ഇതാണ്: ഇന്നു മുതൽ ഒരു വാക്കിനെ മാറ്റണം. ഏതൊരു വാക്ക്? അത് വീണ്ടും വീണ്ടും താഴേക്ക് കൊണ്ടുവരുന്നു. ആ വാക്കാണ് കാരണം. ഈ കാരണം എന്ന വാക്കിനെ പരിവർത്തനപ്പെടുത്തി നിവാരണം എന്ന വാക്ക് സദാ ധാരണ ചെയ്യൂ. കാരണം ഇപ്പോൾ താങ്കളുടെ സേവനവും ഏതാണ്? വിശ്വത്തിലെ ആത്മാക്കളുടെ സർവരുടെയും സമസ്യയുടെ കാരണത്തിന് നിവാരണം ഉണ്ടാക്കി തന്നെ നിർവാണധാമത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം നിങ്ങൾ ഏവരും മുക്തിദാതാവാണ്. അപ്പോൾ മറ്റുള്ളവർക്കും മുക്തി നേടിക്കൊടുക്കുന്നവരാണ് എന്നിരിക്കെ സ്വയവും കാരണത്തിൻ്റെ നിവാരണം ഉണ്ടാക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും മുക്തി നേടിക്കൊടുക്കാൻ സാധിക്കുന്നത്, നിർവാണത്തിലേക്ക് അയക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ വ്യത്യാസം വരുത്തുന്നത് പ്രയാസമാണോ അതോ സഹജമാണോ? ചിന്തിക്കൂ. ഇന്ന് ആരെല്ലാം വന്നിരിക്കുന്നുവോ അഥവാ അവരവരുടെ സ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവോ, ആ എല്ലാവരിൽ നിന്നും ബാബ്ദാദ ഒരു വാക്കിൻ്റെ പരിവർത്തനം ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ കാരണം തന്നെയാണ് താഴേക്ക് കൊണ്ടുവരുന്നത്. കാരണത്തിൽ പകുതി കൽപ്പം കഴിഞ്ഞു. ഇപ്പോൾ നിവാരണം നടത്തേണ്ട സമയമാണ്. നിവാരണവും നിർവാണവും അഥവാ മുക്തി. അപ്പോൾ ഇന്ന് ബാബയ്ക്ക് ഇത് നൽകുവാനുള്ള ധൈര്യമുണ്ടോ? ലാസ്റ്റ് ടേൺ ആണല്ലോ. എല്ലാവരും ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ വന്നിരിക്കുകയാണ്. ബാബ്ദാദ ഓരോരുത്തർക്കും ആശംസകൾ നൽകുകയാണ്. ഉറങ്ങുന്നതിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും പ്രയാസവുമുണ്ട്. എന്നാൽ എല്ലാവരും സ്നേഹത്തോടെ, സ്നേഹത്തിൻ്റെ പ്ലെയിൻ നിങ്ങളേവരെയും മധുബനിൽ എത്തിച്ചിരിക്കുകയാണ്. ബാബ്ദാദ ഓരോരുത്തരുടെയും സ്നേഹം കണ്ട് ഓരോരുത്തർക്കും കോടി മടങ്ങ് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകുകയാണ്. എന്നാൽ സ്നേഹത്തിൽ താങ്കൾ എന്താണ് ചെയ്യുന്നത്?
ആരോട് സ്നേഹമുണ്ടോ അവർക്ക് സ്നേഹത്തിൽ സമ്മാനങ്ങളും നൽകപ്പെടുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ സമ്മാനമായി ഈ കാരണം എന്ന വാക്കിനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ബാബ്ദാദയുടെ ഈ ആശ പൂർത്തീകരിക്കേണ്ടതുണ്ടല്ലോ. വീണ്ടും കൈ ഉയർത്തൂ. ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോകണം. ഇവിടെ ഗേറ്റിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാരണം എന്ന വാക്ക് സമാപ്തമാകണം. അബദ്ധത്തിലെങ്കിലും വന്നുവെങ്കിൽ ബാബയാൽ നൽകപ്പെട്ട സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തുവാണ്. അപ്പോൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതിനെ എന്താണ് ചെയ്യുന്നത്? തിരികെ എടുക്കാറുണ്ടോ? അപ്പോൾ എല്ലാവരും ദൃഢസങ്കല്പം എടുത്തുവോ? വീണ്ടും കൈ ഉയർത്തൂ. പിന്നിലുള്ളവർ കൈവീശൂ. ഇന്ന് ശാന്തിവനത്തിൽ ഏകദേശം 28-29,000 സഹോദര സഹോദരിമാർ അകത്തും പുറത്തുമിരുന്ന് മുരളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൈവീശിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത്, വളരെ നല്ലത്. കാരണം ഇപ്പോൾ സമയമനുസരിച്ച് താങ്കളുടെ അടുക്കൽ ക്യൂ ഉണ്ടാകും. എന്തിനായിരിക്കും ക്യൂ ഉണ്ടാകുന്നത്? ഹേ മുക്തിദാതാവേ, മുക്തി നൽകൂ. അപ്പോൾ നൽകുന്നവരായ മുക്തിദാതാക്കളായ നിങ്ങൾ ആദ്യം ഈ ഒരു വാക്കിൽ നിന്നും മുക്തമാകുമ്പോൾ മുക്തി നൽകുവാൻ സാധിക്കും. ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ ഹോംവർക്ക് ഇതാണ്. എനിക്ക് മുക്തമായി മുക്തി നേടിക്കൊടുക്കണം. കാരണം സമസ്യകൾ ദിനം പ്രതിദിനം വളരെയധികം വർദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ സമസ്യ പരിഹാരത്തിന്റെ രൂപത്തിൽ പരിവർത്തനപ്പെടട്ടെ. പ്രയത്നവും സമയവും സമസ്യ ഇല്ലാതാക്കുന്നതിൽ വിനിയോഗിക്കപ്പെടരുത്. താങ്കൾക്ക് തൻ്റെ ഭക്തരുടെയും സമയത്തിൻ്റെയും വിളി കേൾക്കപ്പെടുന്നില്ലേ? അതിനാൽ ഇപ്പോൾ സമയമനുസരിച്ച് എന്ത് പരിവർത്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഇപ്പോൾ ഓരോരുത്തർക്കും അനുഭവി മൂർത്തിയായി ഏതെങ്കിലുമൊക്കെ അനുഭവം ചെയ്യിക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ബാബ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതാണ്. താങ്കൾ എല്ലാവരുടെയും മുഖവും പെരുമാറ്റവും ഇങ്ങനെ സ്പഷ്ടമായി കാണപ്പെടണം. അതായത് ഇവർ മുക്തിദാതാവിൻ്റെ കുട്ടികൾ, മുക്തി നൽകുന്നവരാണ്. താങ്കളുടെ മസ്തകത്തിൽ നിന്നും തിളങ്ങുന്ന നക്ഷത്രത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. കേവലം കേൾപ്പിക്കുന്നതിലൂടെ അല്ല, എന്നാൽ മുഖത്തിലൂടെ തന്നെ അനുഭവം ഉണ്ടാകണം. കാരണം അനുഭവം സമീപത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ അനുഭവം മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും കാണിക്കൂ. ഏതുപോലെ നോക്കൂ, സയൻസിന്റെ സാധനങ്ങൾ അനുഭവം ഉണ്ടാക്കിക്കുന്നുവല്ലോ. ഇപ്പോൾ ചൂടിന്റെ സീസണാണ്. അപ്പോൾ ചൂടിന്റെയും തണുപ്പിന്റെയും അനുഭവം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സയൻസിന്റെ സാധനങ്ങൾ അനുഭവി ആക്കി മാറ്റുന്നു എങ്കിൽ സൈലൻസിന്റെ പവറിന് അഥവാ ശക്തിക്ക് അനുഭവം നൽകാൻ സാധിക്കില്ലേ? ബാബ്ദാദ ഇപ്പോൾ കുട്ടികളിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്. അനുഭവത്തിന്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് നയനങ്ങളിലൂടെ മസ്തകത്തിലൂടെ ഏതെങ്കിലും ശക്തിയുടെ അനുഭവം ഉണ്ടാക്കിക്കൂ. കേട്ട കാര്യങ്ങൾ കേൾക്കുന്ന സമയം നല്ലതായി തോന്നുന്നു. പക്ഷേ പിന്നീട് ഏതെങ്കിലും സമസ്യ വരുമ്പോൾ മറന്നു പോവുകയും ചെയ്യുന്നു. എന്നാൽ അനുഭവം ജീവിതം മുഴുവൻ മറക്കുന്നില്ല. ബാബ്ദാദ ഒരു കാരണം കണ്ടു, റിസൾട്ടും കണ്ടു. ഒരു റിസൾട്ട് കണ്ട് വളരെയധികം ആശംസകൾ നൽകി. ഏതൊരു റിസൾട്ട്? ഇന്നുവരെയുള്ള സേവനത്തിന്റെ ഉന്മേഷവും ഉത്സാഹവും നല്ലതാണ്. അപ്പോൾ ബാബ്ദാദ ആശംസകളും നൽകുന്നു. സേവനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നല്ല പ്ലാനുകളും ഉണ്ടാക്കുന്നു.
റിസൾട്ടും യഥാശക്തി ലഭിക്കുന്നു. എന്നാൽ ഒരു കാര്യം അനുഭവം നൽകുന്നതിനു വേണ്ടി സ്വയം തന്നിൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. ഇതുപോലെ താങ്കളുടെ സേവനം ഇപ്പോൾ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നു, സന്തോഷിക്കുകയും ചെയ്യുന്നു. ഇക്കാലത്ത് ഇൻട്രസ്റ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാക്കി അനുഭവം നൽകുന്നതിൻ്റെ വിധി എന്താണ്? അതാണ് ഉന്മേഷവും ഉത്സാഹവും സഹിതം. എത്രത്തോളം ഉന്മേഷമുണ്ടോ അത്രയും തന്നെ സമയമനുസരിച്ച് ഇപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും ആവശ്യമാണ്. പുരുഷാർത്ഥത്തിൽ എന്തെങ്കിലും സമസ്യാരൂപം ആകുന്നുവെങ്കിൽ അതിൻ്റെ കാരണമാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിൽ കുറവ്. ഇപ്പോൾ പരിധിയില്ലാത്ത വൈരാഗ്യം ആവശ്യമാണ്. പരിധിയില്ലാത്ത വൈരാഗ്യം സദാകാലം തുടരുന്നു. അഥവാ സമയമനുസരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ സമയം നമ്പർ 1 ആകുന്നു, താങ്കൾ നമ്പർ 2-ൽ ആയി പോകുന്നു. സമയമാണ് താങ്കൾക്ക് വൈരാഗ്യം വരുത്തിയത്. പരിധിയില്ലാത്ത വൈരാഗ്യം സദാകാലത്തേത് ആയിരിക്കും. ഒരു ഭാഗത്ത് ഉന്മേഷവും ഉത്സാഹവും സന്തോഷവും, മറുഭാഗത്ത് പരിധിയില്ലാത്ത വൈരാഗ്യം. പരിധിയില്ലാത്ത വൈരാഗ്യം സദാ ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബാബ്ദാദ കണ്ടോ, കാരണം ഇതാണ്: ദേഹാഭിമാനം. ദേഹം എന്ന വാക്ക് എല്ലാ കാര്യങ്ങളിലും വരുന്നു. ഏതുപോലെ ദേഹത്തിൻ്റെ സംബന്ധം, ദേഹത്തിൻ്റെ പദാർത്ഥം, ദേഹത്തിൻ്റെ സംസ്കാരം. ദേഹം എന്ന വാക്ക് എല്ലാത്തിലും വരുന്നു. വിശേഷിച്ച് ദേഹാഭിമാനം ഏതു കാര്യത്തിലാണ് വരുന്നത്? അത് ദേഹി അഭിമാനിയിൽ നിന്നും ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അത് ഇപ്പോൾ വരെയും ബാബ്ദാദ ചെക്ക് ചെയ്തു. മൂലകാരണം പഴയ സംസ്കാരം താഴേക്ക് കൊണ്ടുവരുന്നു എന്നതാണ്. സംസ്കാരം മാറ്റിയിട്ടുണ്ട്, എന്നാൽ ഏതെങ്കിലുമൊക്കെ സംസ്കാരം നേച്ചറിൻ്റെ രൂപത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഏതുപോലെ ദേഹാഭിമാനത്തിൻ്റെ നേച്ചർ നാച്ചുറൽ ആയി കഴിഞ്ഞുവോ, അതേപോലെ ദേഹി അഭിമാനിയുടെ നേച്ചർ നാച്ചുറൽ ആയിട്ടില്ല. നമ്മൾ ഇല്ലാതാക്കി എന്ന് പറയുന്നു, പക്ഷേ പൂർണ്ണമായും ബീജത്തെ ഭസ്മം ആക്കിയിട്ടില്ല. അതിനാൽ സമയം വരുമ്പോൾ വീണ്ടും ആ ദേഹാഭിമാനത്തിൻ്റെ സംസ്കാരം എമർജാകുന്നു. അതിനാൽ ഇപ്പോൾ ആവശ്യകത ഇതാണ്: ഈ ദേഹബോധത്തിൻ്റെ നേച്ചറിനെ പവർഫുൾ ദേഹി അഭിമാനിയുടെ ശക്തിയിലൂടെ വംശസഹിതം ഇല്ലാതാക്കുന്നതിൻ്റെതാണ്. കാരണം കുട്ടികൾ പറയുന്നു ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുന്നു. എന്തുകൊണ്ട് പുറത്തു വരുന്നു? അംശമുണ്ട്, അപ്പോൾ വംശമായി പുറത്തു വരുന്നു. അതിനാൽ ഇപ്പോൾ ആവശ്യം ശക്തി സ്വരൂപം ആകുന്നതിൻ്റെതാണ്. അതിൻ്റെ ആധാരമാണ് സ്വയം തന്നെ ചെക്ക് ചെയ്യൂ. ഏതെങ്കിലും സ്വരൂപത്തിൽ അംശമാത്ര പോലും പഴയ ദേഹബോധത്തിൻ്റെ സംസ്കാരം അവശേഷിക്കുന്നില്ലല്ലോ. അത് ഇല്ലാതാകുന്നത് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെയാണ്. സർവീസ് കണ്ടും കേട്ടും ബാബ്ദാദ സന്തുഷ്ടമാണ്. എന്നാൽ ഇപ്പോൾ ബാബയുടെ ആഗ്രഹം ഇതാണ്: ഏതുപോലെ സർവീസിന്റെ ലഹരിയും തിളക്കവും ഇപ്പോൾ ലോകത്തിലുള്ളവർക്ക് കാണപ്പെടുന്നു, സേവനത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ഇതേപോലെ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടെ പ്രഭാവം ഉണ്ടാകണം. കാരണം ഇക്കാലത്ത് സേവനത്തിലൂടെ താങ്കളുടെ പ്രശംസ വർദ്ധിക്കും. പ്രകൃതി താങ്കളുടെ ദാസിയാകും. അനുഭവമുണ്ടാകും. സാധനങ്ങൾ വർദ്ധിക്കും. എന്നാൽ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ സാധനങ്ങളുടെയും സാധനയുടെയും ബാലൻസ് ഉണ്ടായിരിക്കും. ഏതുപോലെ താങ്കൾ പ്രവൃത്തിയിൽ കഴിയുന്നവർക്ക് ഉദാഹരണം നൽകുന്നു.
എല്ലാം ചെയ്തുകൊണ്ടും കർമ്മയോഗിയായി കമല പുഷ്പത്തിന് സമാനം ഇരിക്കൂ. ഇതേപോലെ നിങ്ങൾക്കേവർക്കും സേവനം ചെയ്യുമ്പോഴും സാധനങ്ങൾ ലഭിക്കുമ്പോഴും സാധനയുടെയും സാധനങ്ങളുടെയും ബാലൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇക്കാലത്ത് ഈ ഒരു അഡിഷൻ സേവനത്തോടൊപ്പം പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും ആവശ്യമാണ്. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും അനുഭവപ്പെടണം, ഇവർ വിശേഷ ആത്മാക്കളാണ്. കേവലം യോഗത്തിലിരിക്കുന്ന സമയത്തല്ല, പ്രഭാഷണം നടത്തുന്ന സമയത്തല്ല, എന്നാൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും താങ്കളുടെ മസ്തകത്തിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും അനുഭൂതി ഉണ്ടാകണം. കാരണം സമയം പ്രതി സമയം ഇപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കും. ബാബ്ദാദ സമയം പ്രതി സമയം സൂചന നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിശേഷിച്ച് ബാബ്ദാദ ഒന്നാമതായി പരിധിയില്ലാത്ത വൈരാഗ്യത്തിൻ്റെ നേർക്ക് സൂചന നൽകുകയാണ്. ഇതിനുവേണ്ടി ഇപ്പോൾ സ്വയം ചെക്ക് ചെയ്ത് ദേഹി അഭിമാനി ആകുന്നതിൽ, ദേഹാഭിമാനത്തിൻ്റെ ഏതൊരു വിഘ്നമാണോ ഉള്ളത്, അനേകം പ്രകാരത്തിലുള്ള ദേഹാഭിമാനത്തിൻ്റെ അനുഭവം ഉണ്ട്. ഇതിനെ പരിവർത്തനപ്പെടുത്തൂ. രണ്ടാമത്തെ കാര്യമാണ് തൻ്റെ ദീർഘകാലത്തെക്കുറിച്ചും ചിന്തിക്കൂ. ദീർഘകാലത്തെ അഭ്യാസം ആവശ്യമാണ്. ദീർഘകാലത്തെ പുരുഷാർത്ഥവും ദീർഘകാലത്തെ പ്രാപ്തിയും. അഥവാ ഇപ്പോൾ ദീർഘകാലം എന്നതിന് അറ്റൻഷൻ കൊടുക്കുന്നത് കുറവാണെങ്കിൽ അന്തിമകാലത്ത് വളരെ കാലത്ത് ശേഖരിക്കാൻ സാധിക്കില്ല. ടൂലേറ്റിൻ്റെ ബോർഡ് വയ്ക്കപ്പെടും. അതിനാൽ ബാബ്ദാദ ഇന്ന് അടുത്ത വർഷത്തേക്ക് വേണ്ടി ഹോംവർക്ക് നൽകുകയാണ്. ഈ ദേഹാഭിമാനമാണ് സർവ സമസ്യകൾക്കും കാരണം ആകുന്നത്. പിന്നെ കുട്ടികൾ രമണീകം ആണല്ലോ. അപ്പോൾ ബാബയെ ആശ്വസിപ്പിക്കുന്നു, സമയമാകുമ്പോൾ ശരിയായിക്കൊള്ളും. ബാബ്ദാദ പറയുന്നു, എന്താ സമയമാണോ താങ്കളുടെ ടീച്ചർ? സമയമാകുമ്പോൾ ശരിയായിക്കൊള്ളും എന്നാണെങ്കിൽ താങ്കളുടെ ടീച്ചർ ആരായി? താങ്കളുടെ ക്രിയേഷനായ സമയം താങ്കളുടെ ടീച്ചറാവുക എന്നത് നല്ലതായി തോന്നുമോ? അതിനാൽ സമയത്തെ താങ്കൾ സമീപം കൊണ്ടുവരണം. താങ്കൾ സമയത്തെ സമീപം കൊണ്ടുവരുന്നവരാണ്. സമയത്തെ ആശ്രയിച്ചിരിക്കുന്നവരല്ല. സമയത്തെ ടീച്ചർ ആക്കി മാറ്റരുത്. അപ്പോൾ ബാബ്ദാദ ഇന്ന് വീണ്ടും വീണ്ടും ഈ ഒരു സൂചന നൽകുകയാണ്. സ്വയം ചെക്ക് ചെയ്യൂ, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യൂ, പരിവർത്തനപ്പെടുത്തൂ. ദീർഘകാലത്തെ പരിവർത്തനം വളരെ കാലത്തെ പ്രാപ്തിയുടെ അധികാരിയാക്കി മാറ്റുന്നു. ഏതെങ്കിലും കുട്ടി ഇപ്പോൾ വരെയും മന്ദഗതിയിലുള്ള പുരുഷാർത്ഥി ആയിരുന്നാൽ പോലും ലാസ്റ്റ് നമ്പറിലുള്ള കുട്ടികളോട് പോലും ബാബയ്ക്ക് സ്നേഹമുണ്ട്. അതിനാലാണ് ബാബയുടേതായത്, ബാബയെ തിരിച്ചറിഞ്ഞത്, എൻ്റെ ബാബ എന്ന് പറയുന്നത്. അതിനാൽ സമയത്തിന് വിട്ടുകൊടുക്കരുത്. സമയം വരികയില്ല. നമ്മളാണ് സമ്പൂർണതയുടെ സമയത്തെ സമീപം കൊണ്ടുവരേണ്ടത്. ബാബ്ദാദയുടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൻ്റെ സഹചാരികളാണ് നിങ്ങളേവരും. ബാബ ഒറ്റയ്ക്ക് കാര്യം ചെയ്യുന്നില്ല, കുട്ടികളുടെ കൂട്ടുണ്ട്. ബാബ പറയുന്നു, ആദ്യം കുട്ടികൾ, മുൻപിൽ കുട്ടികൾ. അപ്പോൾ ഇനി അടുത്ത വർഷം വരിക തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഹോംവർക്ക് ചെയ്തു വയ്ക്കണം. ചെയ്യുമോ? ശരി, കൈ ഉയർത്തൂ. ശരി, പിന്നിലുള്ളവരും കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്ന് സംഖ്യ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാബ്ദാദ പുത്രിക്ക് സൂചന നൽകി, ചുറ്റി സഞ്ചരിച്ച് നോക്കിയിട്ട് വരൂ, എവിടെയൊക്കെയാണ് ഉറങ്ങുന്നത്.
എങ്ങനെയാണ് ലൈനിൽ നിന്നും കഴിക്കുന്നത് എന്ന്. നീണ്ട ലൈനാണ്. എന്നാൽ എല്ലാവരുടെയും മുഖത്ത് സന്തോഷമുണ്ട്. മധുബനിലാണല്ലോ. എന്നാൽ ഈ സന്തോഷം മധുബനിൽ തന്നെ ഉപേക്ഷിച്ച് പോകരുത്, കൂടെ കൊണ്ടുപോകണം. ബാബ്ദാദ വദനത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളേവരും ഉറങ്ങുന്നതിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ക്യൂവിൻ്റെ ദൃശ്യം കണ്ടു. ബാബ്ദാദയ്ക്ക് ഇങ്ങനെയുള്ള സങ്കല്പം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ പുതപ്പുകളുടെയും മെത്തകളുടെയും മഴ പെയ്തെങ്കിൽ. എന്നാൽ ഇതും ആഹ്ലാദങ്ങളുടെ മേളയാണ്. നല്ലവണ്ണം ബാബ്ദാദ നോക്കി. എവിടെയാണോ ലഭിച്ചത്, എങ്ങനെയുള്ളതാണോ ലഭിച്ചത്, എല്ലാവരും മെജോറിറ്റിയും നല്ല രീതിയിൽ പാസ്സായി. കൈയടിക്കൂ. എന്നാൽ ഈ ഹോംവർക്ക് മറക്കരുത്. ഇതിലല്ല കൈയടിക്കുന്നത്. ബാബ്ദാദ, വിശേഷിച്ച് ബ്രഹ്മബാബ എപ്പോഴും കുട്ടികളെ മധുബനിലെ അലങ്കാരം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളേവരും മധുബനിൽ വന്നിരിക്കുകയാണ്. ബാബ്ദാദയും സാകാര രൂപത്തിൽ ഇത്രയും പരിവാരത്തെ കണ്ട് സന്തുഷ്ടമാണ്. സഹിക്കേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ ഈ സഹനം സദാകാലത്തേക്ക് സഹനശക്തി വർദ്ധിപ്പിക്കും. എല്ലാവരും സന്തുഷ്ടമാണല്ലോ. പ്രയാസങ്ങൾ ഉണ്ടായില്ലല്ലോ. നോക്കൂ, ഇത്രയും പരിവാരത്തിൽ വെള്ളം എന്നിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെള്ളം ഉപയോഗിച്ചുവല്ലോ. അല്പം കുറവാണെങ്കിൽ ശ്രദ്ധ വയ്ക്കേണ്ടി വരും. എന്നാൽ ഇക്കാലത്ത് ഗ്രാമങ്ങളിൽ കുടിക്കാനുള്ള വെള്ളം പോലും ലഭിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ താങ്കൾക്ക് വസ്ത്രം അലക്കുവാനും വെള്ളം ലഭിച്ചു. അപ്പോൾ ഇത്രയും പരിവാരത്തെ കണ്ട് സന്തോഷവും ഉണ്ടാകുന്നു. മുഴുവൻ കൽപ്പത്തിലും ബാബ്ദാദയ്ക്ക് ഈ ഒരു അഭിമാനമുണ്ട്. ഇത്രയും വലിയ പരിവാരം ആർക്കും ഇല്ല. ശരി, ഇന്ന് ബാബ്ദാദ ടീച്ചേഴ്സിനെ ഒരു വിശേഷ സേവനം ഓർമ്മിപ്പിക്കുകയാണ്. ഹോംവർക്ക് ചെയ്യുക എന്നത്. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഹോംവർക്ക് ഇതാണ്. സദാ ടീച്ചർ സ്വയം ബാബ്ദാദയുടെ സത്യമായ സാഥിയായി, സമീപത്തെ സാഥിയായി തന്നിലൂടെ ബാബയെ പ്രത്യക്ഷമാക്കുന്നവരാണ്. ആര് താങ്കളെ കണ്ടാലും ഇവരെ ആക്കി മാറ്റുന്നവൻ ആരാണ്? ഇവരുടെയും പിതാവും ശിക്ഷകനും സദ്ഗുരുവും ആരാണ്? താങ്കളെ കാണരുത്, ബാബയെ കാണണം. ഈ സോമാനത്തിലിരുന്ന് ലഭിക്കാൻ പോകുന്ന 6-7 മാസങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യണം. പിന്നെ ബാബ്ദാദ ചോദിക്കും, ഓരോരുത്തരും എത്ര % ചെയ്തു? കൂടുതൽ സമാചാരം ചോദിക്കുകയില്ല. എത്ര % ഈ ഹോംവർക്ക് ചെയ്തു? താങ്കൾ കാണപ്പെടരുത്, ബാബ കാണപ്പെടണം. ഇതിൽ എല്ലാ ധാരണകളും ഉൾക്കൊള്ളപ്പെടുന്നു. മധുബനിലുള്ളവർക്കും ബാബ്ദാദ സ്നേഹസ്മരണകൾ നൽകുക തന്നെ ചെയ്യുന്നു. എന്നാൽ 4 ഭാഗത്തുമുള്ള മധുബനിലുള്ളവർ ഇത് മനസ്സിലാക്കണം. മധുബനിലെ ഓരോരോ രത്നവും വിശേഷിച്ച് ബാബയെ പ്രത്യക്ഷമാക്കുവാൻ നിമിത്തമായവരാണ്. അപ്പോൾ മുഴുവൻ സമയവും മധുബനിലുള്ളവർ ഇങ്ങനെ മനസ്സ സേവനത്തിൻ്റെയും കർമ്മണ സേവനത്തിൻ്റെയും സർവരെയും ബാബയ്ക്ക് സമാനം ആക്കുന്നതിൻ്റെയും എക്സാമ്പിൾ ആയി കാണിക്കണം. അപ്പോൾ മധുബനിലുള്ളവർ ഈ റിസൾട്ട് നൽകണം. ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ചിത്രം സ്വയം തങ്ങളിൽ കാണിച്ചു കൊടുത്തുവോ? ഓരോരുത്തരുടെയും വായിൽ നിന്നും വരണം, ആഹാ ബാബയുടെ കുട്ടികളെ, ആഹാ. നിങ്ങളെല്ലാവരും എന്തു ചെയ്യും? നിങ്ങളെല്ലാവരും സ്വയം നമ്പർ വൈസ് അല്ല, എന്നാൽ നമ്പർ 1 ആകുന്നതിൻ്റെ എക്സാമ്പിൾ ആയി കാണിക്കണം. നമ്പർ വൈസ് ആകുന്നതിൽ രസമില്ല. ആകേണ്ടത് നമ്പർ 1 ആണ്. നമ്പർ വൈസ് ആകുന്നത് വലിയ കാര്യമാണോ? അപ്പോൾ എല്ലാവരും വിന്നും 1ഉം ഈ റിസൾട്ട് കേൾപ്പിക്കണം. ശരി, എല്ലാ ഭാഗത്തുമുള്ള ബാബ്ദാദയുടെ ഹൃദയ സിംഹാസനസ്ഥരും
ഭൃഗുടിയിലെ സിംഹാസനസ്ഥരും ഭാവിയിലെയും രാജ്യസിംഹാസനസ്ഥരുമായ ഇങ്ങനെയുള്ള ബാഗ്ദാദയുടെ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കോടി കോടി മടങ്ങ് ഭാഗ്യശാലികളായ കുട്ടികൾക്ക് സദാ തൻ്റെ നയനങ്ങളിലൂടെ ആത്മീയതയുടെ അനുഭവം ചെയ്യിക്കുന്നവർക്ക്, മുഖത്തിലൂടെ സദാ ഭാഗ്യവാന്മാരായവർക്ക് മനസ്സ് സദാ സന്തോഷത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കണം. ആര് തന്നെ മുന്നിൽ വന്നാലും ഇത് അനുഭവിക്കണം. ഇവരെ പോലെ സന്തോഷം എവിടെയുമില്ല. പാഠം പഠിച്ചുകൊണ്ട് പോവുകയും വേണം. ഇങ്ങനെയുള്ള ഓരോ ബാബയുടെ കുട്ടികളും തന്നിലൂടെ ബാബയുടെയും വായിലൂടെ ബാബയുടെ പരിചയം നൽകുകയും ചെയ്യുന്നു. എന്നാൽ നയനങ്ങളിലൂടെയും മുഖത്തിലൂടെയും ബാബയുടെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക്, ആരാണോ കത്തുകൾ അയച്ചത്, ഇമെയിൽ അയച്ചത്, എല്ലാവരുടേതും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഏത് സമയത്താണോ താങ്കൾ സങ്കല്പിച്ചത് അതേ സമയത്ത് ബാബയുടെ അടുക്കൽ എത്തിച്ചേർന്നു. അതിനാൽ വളരെ വളരെയധികം ആശംസകൾ. ദേശവിദേശങ്ങളിലെ എല്ലാ കുട്ടികൾക്കും ബാബ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും റെസ്പോൺസും നൽകുകയാണ്. അപ്പോൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ബാബ്ദാദ കോടി മടങ്ങ് ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നൽകുകയാണ്. എല്ലാവർക്കും നമസ്തേ പറയുന്നു. വരദാനം: കർമ്മം ചെയ്യവേ കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന സഹജയോഗിയും സ്വതവേ യോഗിയും ആയി ഭവിക്കട്ടെ. ആരാണോ മഹാവീരന്മാരായ കുട്ടികൾ, അവരെ സാകാരി ലോകത്തിലെ ഒരു ആകർഷണത്തിനും അതിൻ്റെ നേർക്ക് ആകർഷിക്കുവാൻ സാധിക്കില്ല. അവർക്ക് സ്വയം തന്നെ ഒരു സെക്കൻഡിൽ വേറിട്ടവരും ബാബയ്ക്ക് പ്രിയപ്പെട്ടവരും ആക്കി മാറ്റാൻ സാധിക്കും. ഡയറക്ഷൻ ലഭിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും ഉപരി അശരീരിയും ആത്മാഭിമാനിയും ബന്ധനമുക്തവും യോഗയുക്ത സ്ഥിതിയും അനുഭവിക്കുന്നവർ തന്നെയാണ് സഹജയോഗിയും സ്വതവേ യോഗിയും സദാ യോഗിയും കർമ്മയോഗിയും ശ്രേഷ്ഠ യോഗിയും ആയവർ. അവർക്ക് എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ, തൻ്റെ സങ്കല്പത്തെയും ശ്വാസത്തെയും ഒരു പ്രാണേശ്വരനായ ബാബയുടെ ഓർമ്മയിൽ സ്ഥിതി ചെയ്യിക്കുവാൻ സാധിക്കുന്നു. സ്ലോഗൻ: ഏകരസസ്ഥിതിയുടെ ശ്രേഷ്ഠ ആസനത്തിൽ വിരാജിതൻ ആയിരിക്കുക. ഇതുതന്നെയാണ് തപസ്വി ആത്മാവിൻ്റെ അടയാളം. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ ഫൗണ്ടേഷൻ ശക്തമാക്കി സദാ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കൂ. ഈ നിശ്ചയവും സ്മൃതിയും ശക്തിയും വയ്ക്കൂ. അനേകം തവണ ബാബയുടേതായി മാറിയിട്ടുണ്ട്, മായാജീത് ആയിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ആകുന്നത് പ്രയാസമാണോ? ശ്രേഷ്ഠ ആത്മാവായ ഞാൻ വിജയി ആകുന്നതിൻ്റെ പാർട്ട് അനേകം തവണ അനുഭവിച്ചിട്ടുണ്ട് എന്ന് സ്മൃതി സ്പഷ്ടമല്ലേ? അഥവാ സ്മൃതി സ്പഷ്ടമല്ലെങ്കിൽ ഇതിലൂടെ തെളിയുന്നത് ബാബയുടെ മുന്നിൽ സ്വയം തന്നെ സ്പഷ്ടമാക്കിയിട്ടില്ല എന്നാണ്. ഓം ശാന്തി.